അപ്പോൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നട്ടുപിടിപ്പിക്കുക, പിന്നെ അതിനെ കിളച്ചെടുക്കുക, പുഴുങ്ങുക, പിന്നെ അതിൻ്റെ തോലൊക്കെ പോക്കുക. എത്ര ദിവസം കിടന്ന് ഉണങ്ങിയാൽ പറ്റുമെന്ന് അറിയുമ്പോൾ 2 ആഴ്ച മിനിമം ഉണങ്ങേണ്ടത്. അപ്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം എന്തായാലും എബിൻ വന്നിട്ടുണ്ട്. എബിനൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് അടിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ അങ്ങ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം തറയിൽ കിടക്കുന്ന ഒരു സെക്ഷൻ കണ്ടോ, ഇത് കുറേ ഉണ്ടായിരുന്നു, നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റാണിത്. അപ്പം ഇങ്ങനെ അതിൻ്റെ ഈ മഞ്ഞളുടെ സ്കിന്നെല്ലാം ഇങ്ങനെ ഇരിക്കും കണ്ടോ, കറായിരിക്കും. അപ്പം അങ്ങനെയും കൊണ്ട് നമ്മൾ പൊടിക്കരുത്. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ പുഴുങ്ങി ഉണക്കി അത് പാറക്കല്ലിട്ട് അടിച്ച് ഒരു 2-3 ട്രിപ്പ് ഇട്ട് അടിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് കളർ വരൂ. ഇത് കളറൊന്നും ആയിട്ടില്ല കേട്ടോ, അതിൻ്റെ മേലത്തെ തൊലി മാത്രമേ പോയിട്ടുള്ളൂ. ഇനിയും അടിക്കണം. അപ്പം വേറൊരു പാത്രത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് വരികയാണേ, അതും ഇനി അടിക്കാനുള്ളതാണ്. അപ്പം ഇനി നമുക്കിനി അത് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നേരെ മഞ്ഞൾ അങ്ങോട്ട് പിച്ചി ഉണക്കി ഉടനെ കൊണ്ട് മില്ലി കൊടുത്താൽ പൊടിച്ചാൽ കിട്ടുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ തുടങ്ങിയപ്പോഴേ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു മമ്മി. അപ്പോൾ ഈ മഞ്ഞളിൽ ഇങ്ങനെ തൊലിയുള്ള കാര്യം ഞാൻ ഇപ്പോഴേ അറിയുന്നത്. അപ്പോൾ ഈ തൊലി ആക്ച്വലി എന്തുവാ പാറയിലിട്ട് അടിച്ചടിച്ചാലേ ഇത് പോത്തോളുമല്ലോ. അപ്പോൾ വേറെ ആരും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിലെത്തി. അതുകൊണ്ട് ഈ സമയം കറക്റ്റായിട്ട് മമ്മി വിനിയോഗിച്ച് എബിനെ മനസ്സിലായോ മഞ്ഞൾ അടിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു 1-2 കൊട്ടുകൊട്ടുമ്പോൾ സാധനം പൊളിഞ്ഞ് വീഴത്. എവിടെ ഇത് അടിച്ചടിച്ച് നമ്മുടെ ഉപ്പാട് പോകുന്നതല്ലാതെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു സഞ്ചിക്കകത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് തുടങ്ങാം. പരിപാടി ഞങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇവിടെ എന്തൊരു കല്ല ഇത്? നമ്മൾ 8 കല്ലുണ്ടാക്കിയതാ. 8 കല്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 8 കല്ലിലോ അല്ലെങ്കിൽ പാറക്കല്ലിലോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് അടിക്കാം. അപ്പോൾ ഇനി നല്ലൊരു എക്സസൈസ് ആയിട്ടോ. വീട്ടിൽ ആൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും ആവാം. ഞാന് കഴിഞ്ഞ വർഷമല്ല ഞാനും അവിടെ അടിച്ചത്. മമ്മിക്ക് റെസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അടിക്കാം നമുക്ക്. ഇച്ചിരി സഹതാപമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ആൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ പണിയൊക്കെ കൊടുക്കണം കേട്ടോ. നീ എന്തോ പറയാൻ വന്നേ? ഞാനായിട്ട് പണിയെടുക്കാൻ മാതൃകയാവുന്നില്ല. നല്ലതാ തന്നെയല്ല, ഇതൊക്കെ എങ്ങനെ മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കുഴിച്ചിട്ടതൊക്കെ ഒന്നും കണ്ടില്ലല്ലോ. അറിയാമോ? എല്ലാം അറിയണം. എല്ലാം മമ്മി അറിയിക്കുന്നുണ്ട് കാര്യമായിട്ട്. പിള്ളേർ ഇതൊക്കെ മനസ്സിലാക്കണമെന്നേ. അപ്പനും അമ്മയൊക്കെ ഇല്ലാതായാൽ ഈ മഞ്ഞൾപ്പൊടി എവിടുന്ന് എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായില്ലായിരുന്നേ, ഇപ്പോഴല്ലേ മനസ്സിലായത് ശരിക്കും. നോക്കട്ടെ. ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം അത് നമുക്കിനി പാറ്റിയെടുക്കാം, പിന്നെ ഒന്നുകൂടെ അടിക്കാം. ഇനിയിപ്പോൾ അടിച്ചെടുത്തതുണ്ടല്ലോ, അടിച്ചെടുത്തതേ നമുക്കിനി നല്ലതുപോലെ ഒന്ന് പാറ്റിയെടുക്കണം കേട്ടോ. അടിപൊളി, നന്നായിട്ട് കൊള്ളാം. ഇപ്പം നന്നായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി നല്ല നിറമായിരുന്നു. ഇനി ഇങ്ങോട്ട് പാറ്റുമ്പോൾ ഇടാണ്ട് ഇങ്ങനെ 2ാമത്തെ വട്ടമായി ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മേലത്തെ തൊലിയൊക്കെ അങ്ങ് പോകും. അപ്പം നമുക്ക് പാറ്റിക്കൊണ്ടുവരാം. ഓട്ടത്തിനകത്തിട്ട് ഇങ്ങനെ 2 തട്ട് കെട്ടുമ്പോഴൊക്കെ അതിൻ്റെ തൊലിയെല്ലാം അങ്ങ് പറന്നങ്ങ് പൊക്കോളും. അപ്പം മഞ്ഞൾപ്പൊടിയോ അതേപോലെ തന്നെ പച്ചമഞ്ഞളോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടല്ലോ, www.minisslifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾ ഇതുവരെ നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട്, അപ്പം നടുന്ന സമയമായിട്ടില്ല, അപ്പം എല്ലാവരും കിളച്ചെടുക്കുന്ന സമയമാണ്. ഇനി എങ്ങനെയാണ് നടുന്നതെന്നും ഒക്കെ വളപ്രയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒരു എപ്പോഴാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ഈ മഞ്ഞൾ നടാം. എന്നിട്ട് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കിളച്ചെടുക്കാം. ഡിസംബർ തൊട്ടേ നമുക്ക് കിളയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നേരത്തെ നടന്നവർക്ക് നേരത്തെ കിളച്ചെടുക്കാം.
ഇനി ഇതിപ്പം അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ മില്ലിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് എല്ലാം നന്നായിട്ട് നുള്ളിപ്പറക്കും. ഓരോന്നും നമ്മളിങ്ങനെ നുള്ളിപ്പറക്കിയെടുത്ത് കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യുമോ? ഇല്ല, അവർ ഒരുമിച്ചിട്ട് എങ്ങനെയെങ്കിലും പൊടിച്ച് ഇങ്ങനെ നമുക്ക് കവറിനകത്താക്കി തരുകയോ ചെയ്യുന്നത്. കുറച്ച് മഞ്ഞ കളറും കൂടെ ഒക്കെ ചിലപ്പം ചേർത്തേക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ശുദ്ധമായ മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മഞ്ഞൾ പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ വിത്ത്, മഞ്ഞൾ പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീസൺ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ മിനി സ്ലൈസ്റ്ററിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ.